ഇപ്പോൾ നമ്മളോടൊപ്പം KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ കൂടി ചേരുന്നുണ്ട്. സന്ദീപ് വാര്യർ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ആ ശുപാർശ കൈമാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിനെ കാണുന്നത്? അല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണല്ലോ മറ്റൊരു CBI ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായത്. അതിൻ്റെ റിസൾട്ട് എന്തായി? കോൺഗ്രസ് നേതാക്കന്മാരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവരെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ഈ മുഖ്യമന്ത്രി ഇതേ പരിപാടി ചെയ്തതാണ്. അതിൻ്റെ റിസൾട്ട് എന്തായി? അത് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ വ്യക്തിപരമായി അവഹേളിക്കുകയും ഉമ്മൻചാണ്ടി സാറിനെ അടക്കം വേട്ടയാടാനും വേണ്ടി പരിശ്രമമുണ്ടായി. പക്ഷേ അതെല്ലാം അവസാനം എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഇത് അതുപോലെയുള്ളൊരു വേട്ടയാടലാണ് എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അത് ഈ എപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് CBI വിശ്വാസം തുടങ്ങിയത്? ഇപ്പോൾ CBI പോലുള്ള ഏജൻസികളെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമാണ്. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസ് CBIക്ക് വിടാൻ തയ്യാറുമല്ല. അപ്പോൾ ഈ ചില ഘട്ടങ്ങളിൽ ഇത് രാഷ്ട്രീയ എതിരാളികളെ അവർക്കെതിരായിട്ടുള്ളൊരു ആയുധമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുക എന്നുള്ള സമീപനമായിരിക്കും. ഇതൊരു പക്ഷേ കേന്ദ്ര സർക്കാരുമായി BJPയുമായിട്ടുണ്ടാക്കിയ ഒരു ഡീലിന്റെ ഭാഗമായിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.